ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒട്ടും തിരക്കില്ലാത്തൊരു ദിവസം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും രാവിലെ ദോശയും അതുപോലെ പനീർ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പനീറിൻ്റെ കറി ഉണ്ടാക്കാം. പിന്നെ 2 ദിവസം മുമ്പ് എനിക്ക് മട്ടറൊക്കെ തോല് കളഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മട്ടർ പനീർ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഞാൻ ഇന്ന് വരെ മട്ടർ പനീർ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശേൻ്റെ കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴുള്ളൊരു വൈബില്ലേ, അതുപോലത്തെ ഒരു പ്രത്യേക വൈബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദോശയും കൂട്ടി കഴിക്കാൻ. ഇന്ന് മോന് ഞാൻ നമ്മുടെ നാട്ടിലത്തെ ഓടിയില്ലേ, ഇതിനെ കുഴൽ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയും, എനിക്ക് പേരൊന്നും അറിയില്ല. പക്ഷേ ഇതും ദോശയും കൂടെ കേട്ടോ ഞാൻ മോന് വെച്ച് കൊടുത്ത്. കാരണം അവനില്ലേ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നമ്മൾ ലഞ്ച് ബോക്സിനകത്ത് എന്തെങ്കിലും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നൊരു ശീലം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കുഴലായിരുന്നു കേട്ടോ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല ഇന്നത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാട്ടോ. പക്ഷേ ഏട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ എടുത്ത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഫോൺ യൂസ് ചെയ്യുന്നല്ലാതെ ചാർജ് ചെയ്യാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറക്കും കേട്ടോ. എന്നിട്ട് അവസാനം എന്താ ഒരു 5% ആകുമ്പോഴായിരിക്കും ഞാൻ വേഗം ഓടിപ്പോയി ചാർജ് ചെയ്യാനൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ ചാർജ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഞാനത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിക്കില്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മയിലേക്ക് ഇങ്ങനെ പീലിയേക്ക് നിവർത്തി ഇങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അന്നും കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതായിട്ട് റെഡിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ ഓഫീസിൽ പോവുകയാണ്. എനിക്ക് പോയി ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒരു 11 മണിയൊക്കെ ആകുമ്പം ചായ കുടിക്കാൻ വരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അറിയില്ല ഇനിയിപ്പോൾ വരുമോ വരില്ലേ എന്നൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വേഗം ചോറിനൊക്കെ അരിയിടുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഒരു പപ്പായ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും മിണ്ടാതിരിക്കുമല്ലേ. എനിക്ക് ബോറടിക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇതാ ഞാൻ രാവിലെ തന്നെ കട്ട് ചെയ്ത് വെച്ചാട്ടോ പപ്പായൊക്കെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഉപ്പേരിയും കാര്യങ്ങളൊന്നും വെക്കാനില്ല. കാരണം ഇന്നലെ ഞാൻ പാവയ്ക്ക് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. ഏട്ടന് പാവയ്ക്ക് ഉപ്പേരി നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ പാവയ്ക്ക് ഉപ്പേരി കഴിക്കും. എനിക്കാണെങ്കിൽ പാവയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ സിദ്ധുക്കുട്ടനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരിക്കൽ പാവയ്ക്ക് ഉപ്പേരി വെച്ചിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പാവയ്ക്ക് കാണുന്നതും കഴിക്കുന്നതൊക്കെ ദേഷ്യമാണ്. പക്ഷേ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ആട്ടോ, കുഴപ്പമില്ല. പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ വെക്കുമ്പോഴേ ഭയങ്കര മടിയാട്ടോ കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പാവയ്ക്ക് ഉപ്പേരിയൊക്കെ ഒഴിവാക്കിയിട്ട് കറി കൂട്ടി മാത്രം കഴിക്കാനാണെങ്കിൽ നോക്കുക. പിന്നെ ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ട് ഏട്ടനെ വേഗം ഫോൺ ചെയ്തു കേട്ടോ. ഏട്ടനും ഏട്ടൻ ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി വരുന്നുണ്ടോ എന്താണ് ഒക്കെ ചോദിച്ചിട്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞ്. എന്തായാലും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. എന്നാലും സൈക്ലിംഗ് ഒന്നും ചെയ്യാൻ പോകാൻ പറ്റിയില്ല. ആ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ഇന്ന് നല്ല കാലാവസ്ഥയും കൂടെ ആയിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ കുറേ നേരം പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. മോനെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വിളിക്കാൻ പോകുന്നത്. ഇന്നായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിലാട്ടോ. കാരണം ഏട്ടൻ വരുമ്പോഴേക്കും ഞാൻ കീ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏട്ടൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഏട്ടൻ വരുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കീ എടുത്ത് വെക്കാത്ത കാരണം ഏട്ടൻ ചെറുതായിട്ടൊന്ന് സൗന്ദര്യപ്പിണക്കമായിരുന്നു കേട്ടോ. ചെറിയൊരു പിണക്കമാണ്. അത് അവിടെ എത്തുമ്പോൾ തീർന്നോളും, മോനെ കാണുമ്പോൾ തീർന്നോളും. എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കാനും അതുപോലെ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ ചില സമയത്ത് ഓക്കെ, ചില സമയത്തൊന്നും അതൊന്നും സെറ്റാവില്ല. എന്നാലും നമ്മുടെ ഇഷ്ടവും കൂടെ ചില സമയത്തൊക്കെ നോക്കണ്ടേ. കാരണം നമുക്ക് സന്തോഷം ഏതിലാണോ കിട്ടുന്നത് അതിൽ നമ്മൾ എന്തായാലും ഫോക്കസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് ബോറായി പോകും. നമുക്ക് പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും നമ്മൾ അതൊക്കെ തരണം ചെയ്ത് നമുക്ക് എന്താ പറയുക സന്തോഷം ഏത് വഴിയിലാണോ കിടക്കുന്നത് ആ വഴിയിലോട്ട് എത്തുക തന്നെ വേണം. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടാതെ വെക്കാൻ പറ്റും. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ സന്തോഷത്തിനെ കവിഞ്ഞ് നമുക്ക് എല്ലാം അങ്ങനെയൊന്നും വേണ്ടാന്ന് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ മോനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മോനിതാ ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനിതാ കളിക്കാനും വേണ്ടിയിട്ട് ABCDൻ്റെ ആ ഒരു ഓടിയില്ലേ അതും കൂടെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എടുത്ത് കളിക്കാൻ. സിദ്ധുക്കുട്ടും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇത് ഏട്ടനും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനും ഭക്ഷണം കൊടുത്ത് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എണീച്ചപ്പോൾ മോൻ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിയുമ്പോഴേക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ഇന്ന് വൈകിട്ടാണെങ്കിൽ അതായത് ഒരു 4 മണിയൊക്കെ ആകുമ്പം നമ്മുടെ CHൽ അതായത് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. ഡ്രോയിങ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ
ഡ്രോയിങ് ഒക്കെ ഉണ്ട്. പക്ഷേ മോനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ, നല്ല മഴയായിരുന്നു. പിന്നെ നല്ലൊരു ചായയൊക്കെ വെച്ച് കുടിച്ച് നാട്ടിൽ നിന്ന് അമ്മ അയച്ച മുറുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് ചായയെ കുടിച്ച് അമ്മ അയച്ച പാർസലിൽ ചക്കവറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, അതൊക്കെ എലി കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തുമ്പോഴേക്കും. അതുകൊണ്ട് നമുക്ക് ചക്കവറ്റിൽ കഴിക്കാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ കൊതിച്ചിരിക്കുമായിരുന്നു കേട്ടോ ചക്കവറ്റിൽ കഴിക്കാൻ. പുറത്ത് നല്ല മഴ, ചായ, അതുപോലെ മുറുക്ക് നല്ല വൈബായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഓഫീസിൽ പോയിട്ടുണ്ട്. ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പോയി കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ ഞാനും പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. മോൻ കളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം നടന്നിട്ടൊക്കെ വരാം. രാവിലെ തന്നെ ഒന്നും എനിക്ക് നടക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എൻ്റെ ഈ ഒരു മുഖത്തൊരു ചൂടൂര് വന്നിരിക്കുന്നത് കണ്ടോ. അതിനായിട്ട് കുറേ തവണ പൊട്ടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടോ, പക്ഷെ പൊട്ടിക്കാൻ പറ്റിയില്ല. ഈ ഏട്ടൻ്റെ ഇങ്ങനെ കുരുക്കൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിക്കാൻ തോന്നും കേട്ടോ. അത് ചിലരുടെ സ്വഭാവമല്ലേ. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വേദന എടുക്കുക. പക്ഷേ ഏട്ടൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല കേട്ടോ. എൻ്റെ മുഖത്തുള്ള കുരുവായിട്ട് പൊട്ടിച്ച് ഞാൻ ശരിക്കും ഭദ്രകാളി ആവട്ടെ. എനിക്കാണെങ്കിൽ ആ വേദന സഹിക്കാൻ പറ്റില്ല. ഏട്ടനാണെങ്കിൽ അത് അറിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ മുഖത്ത് മറ്റു കുരു കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിക്കാനുള്ള ഒരു ടെൻഡൻസി വരും കേട്ടോ. ഞാനാണെങ്കിൽ പരമാവധി എൻ്റെ ഫേസിൽ ആ കുരു മറച്ച് വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മളത് പൊട്ടിപ്പോവാതെ അത് തന്നെ ഉണങ്ങി പോകാനാട്ടോ നോക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുഖത്ത് പാടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പൊട്ടിക്കുവാണെങ്കിൽ ഇല്ലേ, മാന്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ മുഖത്ത് എന്തായാലും പാട് വരും കേട്ടോ. അത് ഭയങ്കരമായിട്ട് വൃത്തികേടാവും. പിന്നെ അത് മാഞ്ഞു പോകാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളത് പൊട്ടിക്കാതിരിക്കുന്നതായിരുന്നു. ഒരു മഴ പെയ്യുമ്പോഴേക്കും റോഡൊക്കെ വെള്ളപ്പൊക്കം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റാതായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മെയിൻ റോഡിൽ പോയി നടക്കേണ്ടി വരും തോന്നുന്നു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ, കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനലൊന്ന് വളരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്.